0.6, 9.6, 0.36 എന്നീ സംഖ്യകളുടെ HCF ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതിന് നമുക്ക് ഏതാണോ ഇതിൻ്റെ ഗുണനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എത്ര പോയിന്റ് അപ്പുറമാണ് നമ്മൾ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പൂജ്യം എന്ന് പറയുമ്പോൾ 100 കൊണ്ട് ഹരണം ചെയ്തപ്പോഴാണ് ഇപ്പോൾ നമുക്ക് 2 പൂജ്യം വന്നുള്ളത്. ഇവിടെ എല്ലാം നമുക്ക് 100 കൊണ്ട് ഹരണം ചെയ്യാം. 0.06 × 100 = 60. 9.6 × 100 × 960. 0.06 × 100 = 36. ഇനി നമുക്ക് ഇതിൻ്റെ HCF ആണ് 60, 960, 36. അപ്പോൾ നമുക്ക് HCF ആണ് അതുകൊണ്ട് 2 കൊണ്ടായിരിക്കാം. 30, 480, 18. ഒന്നുകൂടെ നമുക്ക് 2 കൊണ്ടായിരിക്കാം. 15, 240, 9. ഇതിന് നമുക്ക് 3 കൊണ്ടായിരിക്കാം. പൊതുവായിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹരിച്ചു പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അരിക്കാൻ പറ്റില്ല. HCF എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളതാണ്. LCM മാത്രമാണ് നമുക്ക് പൊതുവായിട്ടില്ല. 2 ഉണ്ടെങ്കിൽ നമുക്ക് LCM നമുക്ക് പോകാൻ പറ്റും. HCF നമുക്ക് പൊതുവായിട്ടുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 5, 80 എന്ന് പറയുമ്പോൾ 8, ഇത് 3. ഇത് നമുക്ക് പൊതുവായിട്ടില്ല. ഇതിനകത്ത് നമുക്ക് 3 കൊണ്ടോ 5 കൊണ്ടോ ഒന്നും അരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. 2 × 3 = 2 × 2, 4, 4, 3, 12 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു 100 ആയിട്ട്. അപ്പോൾ 100 ആയിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 12നെ നമുക്ക് 100 കൊണ്ട് ഹരിക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഈ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 അക്കോ മാറ്റിയാണ് നമുക്ക് പോയിന്റ് ഉണ്ട്. നമ്മുടെ ആൻസർ യഥാർത്ഥത്തിൽ വരുന്നത് 0.12 ആണ് ഇതിൻ്റെ ആൻസർ.